തിളക്കത്തിൻ്റെ ചിത്രീകരണ കാലത്തൊരു തമാശയുണ്ടായി. കഥാകൃത്ത് എന്ന നിലയ്ക്ക് ഇടയ്ക്കൊക്കെ ഞാൻ സെറ്റിലുണ്ടാവും. ജയരാജനോട് നിർബന്ധമായിരുന്നു. അതിൽ വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കുന്ന കൊച്ചു പ്രേമനെ ഓടിച്ച് കുളത്തിൽ ചാടിക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുണ്ട് പറിച്ചു ദിലീപിൻ്റെ കഥാപാത്രം. അങ്ങനെ ഒരു കിരീടം, വലിയൊരു കിരീടമുണ്ട്, അതിങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൈ സ്വതന്ത്രമല്ല. ആ പൂരപ്പറമ്പിൽ നിന്ന് വെളിച്ചപ്പാട് പോയിട്ട് കുളത്തിൽ ചാടും. ഈ രംഗം ചിത്രീകരിച്ചത് മങ്കരയിൽ വെച്ചാണ്. മങ്കരയിൽ നിന്നാണ് കുളത്തിൽ ചാടുന്ന രംഗം എടുത്തത്. അതിൻ്റെ ഉത്സവരംഗം ചിത്രീകരിച്ചത് പൊള്ളാച്ചിയിലാണ്. അപ്പം മങ്കരയിൽ വെളിച്ചപ്പാട് ഓടുമ്പോൾ കൂടെ കുറച്ച് പേർ ഓടിയിരുന്നു. പൊള്ളാച്ചിയിൽ വന്നപ്പോൾ ആ ആളുകളില്ല. അപ്പോൾ അതിന് സാമ്യമുള്ള ആളുകൾ വേണം. ഇവിടുന്ന് മുണ്ടഴിക്കുന്ന രംഗം പൊള്ളാച്ചിയിൽ നിന്ന് അടുത്തത്. മുണ്ടഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഓടുന്ന ഒരു ഭാഗം വേണമല്ലോ, ബാക്കിയല്ലേ തുടർച്ച പറ്റുള്ളൂ, കണ്ടിന്യൂറ്റി. അപ്പോൾ കൂടെ ഓടാൻ കുറച്ച് ആളുകൾ വേണം. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിംഗ് കണ്ടവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനിലൊരു കക്ഷി വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു സീനിൽ അഭിനയിക്കണം. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഈ വെളിച്ചപ്പാടിൻ്റെ കൂടെ ഓടാൻ കുറച്ച് ആൾക്കാർ വേണം. അന്ന് മങ്കരയിൽ ഓടിയ ആൾ നിങ്ങളോട് രൂപസാദൃശ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ഈ സിനിമയുടെ കഥാകൃത്താണെന്ന് പറഞ്ഞുകൂടാ, ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടുവതേ ഉള്ളൂ. ഞാൻ കൂടെ ചെന്നപ്പോൾ ജയരാജ് ചോദിച്ചു, അല്ല ഇദ്ദേഹത്തെയാണോ നിങ്ങൾ ഓടിക്കാൻ കൊണ്ടുവന്നത്? എടോ, ഇയാൾ സിനിമയുടെ കഥാകൃത്താണ്, ഇയാളെയാണോ ഞാനിങ്ങനെ ഉടുതുണിയില്ലാത്തതിൻ്റെ കൂടെ ഓടിക്കുന്നത് ചോദിച്ചു. അങ്ങനെ അപമാനിതനാവാതെ രക്ഷപ്പെട്ടൊരു അനുഭവം തിളക്കത്തിലുണ്ടായി. പലപ്പോഴും തിളക്കത്തിൻ്റെ കഥാകൃത്താണെന്ന് അറിയാതെ നിശബ്ദനായിട്ടാണ് ഞാനതിൻ്റെ ചിത്രീകരണത്തിൽ പങ്കെടുത്തത്. അത് ആസ്വദിച്ചുകൊണ്ട് കൂടെ നിന്നു. ജയരാജ് വളരെ മാന്യനായൊരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായ സ്ക്രിപ്റ്റ് എഴുതിയതാണ്. അതുകൊണ്ട് ആദ്യകാലത്ത് രചന ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന പേരിലാണ് പത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ വന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കഥയുടെ ടൈറ്റിൽ പോലും തരണമെന്നില്ല, പ്രൊജക്റ്റ് വിജയിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിലാണ്. അതിൻ്റെ ടൈറ്റിൽ കാർഡിൽ എൻ്റെ പേരാണ് ആദ്യം കാണിക്കുന്നത്. അത് ജയരാജ് എന്ന സംവിധായകൻ്റെ ഒരു മഹത്വം കൂടിയാണ്. സാധാരണഗതിയിൽ സിനിമയിൽ ഇങ്ങനെ എഴുതി വേറെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതിയാൽ പൂർണ്ണമായിട്ടും അവഗണിച്ച് കളയുന്ന അനുഭവങ്ങളും ഉണ്ടായ ആളുകൾ പിന്നീട് എന്നോട് പറഞ്ഞു, അത്രയെങ്കിലും അംഗീകാരം കിട്ടിയല്ലോ. ഏതായാലും തിളക്കത്തെക്കുറിച്ച് എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല. അത് നല്ല കളക്ഷൻ ഉണ്ടാക്കി. കളക്ഷൻ ഉണ്ടാക്കിയത് ദിലീപ് എന്ന നടൻ്റെ അന്നത്തെ മാർക്കറ്റും പിന്നെ തിരക്കഥയിൽ വന്ന മാറ്റവും തന്നെയാണ്. ഞാൻ പൂർണ്ണമായി എഴുതിയ തിരക്കഥയായിരുന്നെങ്കിൽ അങ്ങനെ അത് ഓടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിലൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നത് മായ്ച്ചു പോയി എന്ന ഒരു വിഷമം ഇപ്പോൾ സിനിമ കാണുമ്പോഴും തോന്നും. എന്നാലും ആളുകളെ രസിപ്പിക്കുന്ന സിനിമയാണ് ഇപ്പോഴും തിളക്കം. നഷ്ടപ്പെട്ട കുട്ടി തിരിച്ചു വന്നിട്ട് അവസാനം അയാളുടെ യഥാർത്ഥ അച്ഛൻ വരുമ്പോൾ ആ കുട്ടിയെ വിട്ടുകൊടുക്കുന്ന രംഗം ഉണ്ടായിരുന്നു. അത് വളരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ എഴുതിയിരുന്നത്. അമ്മ ഒരിക്കലും മകനെ പിരിയാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അമ്മ കുട്ടിയുടെ മേലിങ്ങനെ കൈ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. ഒരിക്കലും ഇനി അവൻ പോകരുതെന്ന് കരുതി. അങ്ങനെ ആ ഗാഠനിദ്രയിൽ അമ്മയുടെ കൈ ആരും അറിയാതെ അടർത്തിയെടുത്ത് മകനെ അവിടുന്ന് പറഞ്ഞയക്കുന്ന ഒരു രംഗത്ത് അച്ഛൻ്റെ നെഞ്ചു പൊട്ടുന്നൊരു സംഭാഷണം ഉണ്ടായിരുന്നു. അതൊക്കെ മാഞ്ഞുപോയി. അതൊക്കെ പിന്നീട് ആ തമിഴ് നടനെ കിട്ടിയപ്പോൾ ഒരു അധോലോക നായകനാണ് യഥാർത്ഥ അച്ഛൻ എന്ന നിലയ്ക്കൊക്കെ ഞങ്ങളൊന്ന് മാറ്റുകയാണ് ചെയ്തത്. അതോടുകൂടി അത്തരം ഹൃദയസ്പർശിയായ കുറേ രംഗങ്ങൾ അതിൽ നിന്ന് മാഞ്ഞുപോയി. കോമഡിക്ക് പ്രാധാന്യം വന്നു. മുണ്ടഴിച്ചോടുന്ന രംഗങ്ങൾക്ക് കൂടുതൽ വ്യാപ്തി വന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കാം സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചത്. കാരണം ആ വിജയം ഏകാന്തത്തിനുണ്ടായില്ല. സിനിമയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, നന്നായി തകർത്തോടുന്ന സിനിമകളിൽ നമുക്ക് കലാംശം പൂർണ്ണമായിട്ടും പാലിക്കാൻ സാധിക്കില്ല. പൂർണ്ണമായി കലാംശം പാലിച്ചുകൊണ്ട് നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എഴുതിയ സിനിമകൾ പ്രേക്ഷകർ വേണ്ട വിധത്തിൽ സ്വീകരിക്കുകയില്ല. രണ്ട് സിനിമകൾ രണ്ട് തരത്തിൽ ചെയ്ത് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പാഠം പഠിച്ചു എന്നതാണ് ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ല സാമൂഹ്യ പാഠം. ഒരിക്കൽ ആകാശവാണിയുടെ ആർക്കൈവ്സിനു വേണ്ടി MTA 3.5 മണിക്കൂർ നീണ്ട ഒരു ഇൻ്റർവ്യൂ നടത്തിയത് ഞാനാണ്. ഒരു നിയോഗം പോലെ എനിക്ക് കൈവന്നതാണ്. അദ്ദേഹം അന്ന് ഒരിക്കലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുഴുവൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, 3 വയസ്സിൽ കോപ്പൻ നായരെന്ന് പറയുന്ന ഒരു നാട്ടെഴുത്തച്ഛൻ്റെ ഗുരുകുലത്തിൽ ചേർത്ത കാര്യമാണ്. കോപ്പൻ നായരുടെ മുഖത്തുള്ള വസൂരിക്കല പോലും അന്ന് അദ്ദേഹം ഓർമ്മിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 82-83 വയസ്സുണ്ട്. ആ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെ അത്ഭുതപ്പെടുത്തി.
അതുപോലെ തന്നെയായിരുന്നു കുമരനെല്ലൂരിൽ താമസിച്ച് പഠിച്ച കാലത്ത്. കുമരനെല്ലൂരിലെ ഒരു മേനോൻ സംബന്ധത്തിന് പോകുന്ന കാര്യം അതും അദ്ദേഹം എവിടെയോ എഴുതിയിട്ടില്ല. കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്ന പുസ്തകത്തിൽ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. മേനോൻ രാത്രി കുറച്ച് വൈകിയാണ് സ്വന്തം വീട്ടിൽ നിന്ന് 2 നാഴിക ദൂരെയുള്ള ഭാര്യ വീട്ടിലേക്ക് സംബന്ധത്തിന് പോകുക എന്ന കാലത്ത് പറയാം. അന്നത്തെ കാലത്തെ വിവാഹബന്ധം അങ്ങനെയാണ്, രാത്രി മാത്രമാണ് ഭാര്യ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വളർത്തുനായയുണ്ട്. വളർത്തുനായയാണ് റാന്തൽ കടിച്ചു പിടിച്ച് മുമ്പിൽ നടക്കുക. അത് അക്കാലത്തൊരു വലിയ തമാശയായിരുന്നു. ആടി ആടി ഒരു റാന്തൽ പോണു കണ്ടാൽ ആ മേനോനും നായയും സംബന്ധത്തിനിറങ്ങി എന്ന് പറഞ്ഞ് MT ഒരു ചിരി ചിരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപൂർവമായിട്ട് MT ചിരിക്കൂ. അപ്പോൾ മേനോനും നായയും സംബന്ധത്തിന് പോയ കഥ പറഞ്ഞ് അന്ന് ഉള്ളു നിറഞ്ഞ് ഒരു ചിരി ചിരിച്ചു. അതുപോലെ അക്കാലത്തെ കുറേ ഓർമ്മകൾ വാസുവേട്ടനെന്ന് പറഞ്ഞു. സ്വർഗം തുറക്കുന്ന സമയം എന്ന കഥയിലെ കുട്ടിനാരായണൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം MTയുടെ അടുത്തൊരു ബന്ധുവായിരുന്നു. ഗോപി എന്നായിരുന്നു പേരെന്നാണ് ഓർമ്മ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ കുട്ടിനാരായണൻ ഉണ്ടായിരുന്ന ആളാണ് ഗോപി ഒരു കഥാപാത്രമാണ്. ഗോപിയാണ് ആളുകളെ മരിപ്പിച്ചിരുന്നത്. എവിടെയും മരണം ഉണ്ടാകുമ്പോൾ ഗോപി വരും. ഇത്ര സമയത്ത് മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കും, എല്ലാ കാര്യങ്ങളും നടത്തും. അങ്ങനെ കൂടല്ലൂരെ മരിപ്പിക്കലിൻ്റെ ആളായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചത് ശരിയാണ്, കൂട്ടുകാരാണ എന്നല്ല, ഗോപിയെ നീ മരിച്ചാൽ നിനക്ക് ആരാ ഇതൊക്കെ ചെയ്യുക? അപ്പോൾ അന്ന് ഗോപിയുടെ മുഖത്തുണ്ടായൊരു ഭാവം കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച കഥാപാത്രമായിട്ട് മാറിയത്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയിലെ കുതിരവട്ടം പപ്പുവിൻ്റെ കഥാപാത്രം ഈ ഗോപിയേട്ടനാണ്, മരിപ്പിക്കുന്നയാൾ. അതിൽ മാഷ് മരിക്കാൻ കിടക്കുമ്പോൾ മരണലക്ഷണം നോക്കി മറ്റന്നാളത്തെ വൈകുന്നേരത്തിനപ്പുറം പോവില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ കഥാപാത്രം ഈ ഗോപിയേട്ടനാണ്. കൂടല്ലൂരിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഈ കൊടിക്കുന്നത്ത് കാവിലെ ഒരു ഭക്തനാണ് ഗോപിയേട്ടൻ. MT നാട്ടിൽ ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഗോപിയേട്ടൻ വരും. ആ വാസു പൂവയോ? ആ പൂവാണ് ഗോപിയേട്ടാ. നീയേ ആ തള്ളെ ഒന്ന് പോയിട്ട് കണ്ടോ? ഞാൻ ഇന്നലെ ഒന്ന് പോയിരുന്നു. അതിൻ്റെ കണ്ണും മോറൊന്നും അത്ര ശരിയല്ല, മുഖഭാവം അത്ര ശരിയല്ല, ഒന്ന് പോയി കണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക ഏതോ ബന്ധു തള്ളയാണെന്നല്ലേ. അല്ല, ഇത് ഭഗവതിയെക്കുറിച്ചാണ്. കൊടിക്കുന്നത്ത് കാവിലെ ഭഗവതി MTയെ കാണാതെ പരിഭവിച്ചിരിക്കുകയാണ്. ഒന്ന് പോയി കണ്ടോ, അവളുടെ കണ്ണും മോറും ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് ഈ ഭഗവതിയെക്കുറിച്ചാണ്. അപ്പം MT അന്ന് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിർമാല്യത്തിൽ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന രംഗം ഈശ്വരനിന്ദയുടേതായിട്ട് പിൽക്കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഭഗവതിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയ ആളാണ് MT എന്ന് വളരെ മോശമായ വലിയ വിമർശനങ്ങളുണ്ടായി. MT പറഞ്ഞ ഒരു കാര്യം അത് ഇപ്പോൾ ലോകം അറിയേണ്ടതാണ്. ഈ ഗോപിയേട്ടനെ പോലെയായിരുന്നു എൻ്റെ നാട്ടിലെ പല ഭക്തന്മാരും. തമ്മിൽ തെറ്റിയാൽ എടി ഒരുമ്പട്ടോളെ എന്നൊക്കെ ഭഗവതിയെ വിളിക്കുമായിരുന്നു. അവർക്ക് ഭക്തി സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും മറ്റൊരു ഭാഗമായിരുന്നു. ഈ പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ ഒരിക്കൽ കൊടിക്കുന്നത്ത് കാവുകാർ വന്ന് അവരുമായിട്ട് പകിട കളിച്ച് തോൽക്കാൻ നേരെ തീരാറ് 12 വീഴ്ത്താൻ വേണ്ടി കൊടിക്കുന്നത്ത് നടക്കിലേക്ക് നോക്കി, എൻ്റെ ഒരുമ്പട്ടോളെ എന്നെ സഹായിച്ചില്ലെങ്കിൽ നീ അവിടെ ഇരിക്കണമെന്ന് ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈരാറ് 12 അറിഞ്ഞത്. ആ ഒരുമ്പട്ടോളെ എന്ന് വിളിക്കുന്നത് ഭഗവതിയാണ്. ഒരുമ്പട്ടോളെ എന്നൊക്കെ ഭഗവതിയെ വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഭക്തന്മാർക്ക് എൻ്റെ നാട്ടിലെ ഗ്രാമജീവിതത്തിലുണ്ടായിരുന്നു. ആ ഒരു അനുഭവമാണ് ജീവിതകാലം മുഴുവൻ ഭഗവതിയെ സേവിച്ചിട്ടും ജീവിതം തകർന്നു പോയ വെളിച്ചപ്പാടിൻ്റെ തുപ്പലിൽ ആവിഷ്കരിക്കപ്പെട്ടത്. അത് ദൈവനിന്ദയല്ല, ദൈവത്തോടുള്ള പരമഭക്തിയുടെ മറ്റൊരു പ്രകടനമാണ് എന്ന് MT ഏറ്റു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് അദ്ദേഹം അവിടെ എഴുതിയിട്ടില്ല. അതാണ് ഇതുപോലെ വാസുവേട്ടൻ പറയാതെ പറഞ്ഞ കാര്യങ്ങളിൽ ഓർക്കുന്നത്. MT അവസാനം കൂടല്ലൂരിൽ വന്നത് 2019 എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വന്നത്. കൂടല്ലൂരിലെ കൂര്യായി കൂട്ടം എന്നൊരു കൂട്ടായ്മ ഒരു ആദര സമ്മേളനം വെച്ചു. MTയുടെ കഥകളെ മുൻനിർത്തിക്കൊണ്ട് വൈക്കം D മനോജ് എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത കുറച്ച് ചിത്രങ്ങളുടെ പ്രദർശനം, അതിന് MTയെ കൂടി പങ്കെടുപ്പിക്കണം, ഞാനതിന് ശ്രമിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു.
ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം വരാൻ മടിച്ചു. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരും എന്ന് പറഞ്ഞു. കൂടല്ലൂർക്കാരനായ ചിത്രകാരൻ അച്യുതൻ കൂടല്ലൂരിനെയും ഞാൻ ക്ഷണിച്ചിരുന്നു. വാസുവേട്ട, അവരെയൊക്കെ ഒന്ന് കാണാലോ, തറവാട്ടിലൊക്കെ ഒന്ന് പോവാം. അപ്പം എന്നോട് ചോദിച്ചു, തറവാട്ടിലിപ്പോൾ ആരാ ഉള്ളത്, അവിടെയൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കല്ലേ എന്ന് ചോദിച്ചു. എന്നാലും വരാമെന്ന് സമ്മതിച്ചു. സതീശൻ, ഏട്ടൻ്റെ മകൻ സതീശനുമായിട്ടാണ് വന്നത്. അന്ന് എം ടിയുടെ ബന്ധുവായ എം ടി രാമകൃഷ്ണൻ്റെ വീട്ടിലാണ് ഇരുന്നത്. തറവാട് വീട് അന്ന് കുറേ എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കിടക്കുകയായിരുന്നു. ആ തറവാട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരു അത്ഭുതമുണ്ടായി. ഒരു വയസ്സായ മനുഷ്യൻ കാണാൻ വന്നു. എം ടിയുടെ അടുത്ത് വന്നിരുന്നു. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ നേരം എം ടി ഇങ്ങനെ നോക്കി. ആമിനുമ്മയുടെ മോനാണ്. പെട്ടെന്ന് എം ടിയുടെ കണ്ണിലൊരു വലിയ പ്രകാശം. ആമിനുമ്മയുടെ മകൾ വന്നല്ലോ കോഴിക്കോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, വാസുവേട്ടൻ അവളുടെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞു എന്ന് അവൾ എന്നോട് പറഞ്ഞു. അതൊരു അത്ഭുതമായിരുന്നു. ഒരു പ്രളയകാലത്ത് കൂടല്ലൂർ ഗ്രാമം മുഴുവൻ വെള്ളം കയറി. അന്ന് താന്നിക്കുന്നിൻ്റെ താഴത്തുള്ള വീടാണ് എം ടിയുടെ തറവാടായ മാടത്ത് തെക്കേപ്പട്ട് തറവാട്. അത് താന്നിക്കുന്നിൻ്റെ ഹൃദയത്തിലാണ്, മടിയിലാണ്. അവിടേക്ക് വെള്ളം കയറില്ല ഏത് പ്രളയം വന്നാലും. കൂടല്ലൂരിലെ ഗ്രാമവാസികൾ മുഴുവൻ അന്ന് അഭയം തേടിയത് മാടത്ത് തെക്കേപ്പട്ട് തറവാട്ടിലാണ്. അവസാനമാണ് കൈക്കുഞ്ഞുമായിട്ട് ആമിനുമ്മ വന്നത്. ആമിനുമ്മയ്ക്ക് ഇരിക്കാൻ ഒരു ഇഞ്ച് സ്ഥലമില്ല. ചെറിയ കുട്ടിയാണ് കയ്യിലുള്ളത്. എന്താ ആമിനോ ചെയ്യുക നമ്മളുമ്മ, എം ടിയുടെ അമ്മ സങ്കടപ്പെട്ടു. വഴിയുണ്ട്, ആമിനിങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് മച്ചിലെ ഭഗവതി കുടിയിരിക്കുന്ന ഇടത്ത് ആമിനുമ്മയെ ഇരുത്തി കുട്ടി അവിടെ കിടത്തി. മച്ചിലെ ഭഗവതി കുടിയിരിക്കുന്ന സ്ഥലത്ത് ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല. വീട്ടുകാർ തന്നെ പ്രവേശിക്കില്ല. അതാണെങ്കിലൊരു വലിയ ഐതിഹ്യമുള്ള മച്ചാണ്. പണ്ട് മാടത്ത് തെക്കേപ്പട്ട് തറവാട്ടിൽ ഒരമ്മയും മക്കളും ഉണ്ടായിരുന്നു. ആ അമ്മ കൊടിക്കുന്നത്ത് കാവിലെ നിവേദ്യം കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ഒരു പ്രളയകാലത്ത് പുഴ കടന്ന് കൊടിക്കുന്നത്ത് കാവിലേക്ക് പോകാൻ ആ അമ്മയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ട് നിവേദ്യവും കിട്ടിയില്ല. അന്ന് ആ തറവാട് മുഴുവൻ പട്ടിണിയായി. നട്ടപ്പാതിര നേരത്ത് വിശന്നു പൊരിഞ്ഞ് മയങ്ങിയ സമയത്ത് ആരോ വാതിൽക്കൽ മുട്ടി. പട്ടിട്ട ഒരു കൈ അകത്തേക്ക് നീണ്ടു. ഒരു ഉരുളിയിൽ നേദ്യച്ചോറാണ്. ഇത് കുട്ടികളെ വിളിച്ചുണർത്തി കൊടുക്കൂ എന്ന് പറഞ്ഞു. ആ പട്ടിട്ട രൂപം പതുക്കെ മച്ചിലേക്ക് നടന്നുപോയി. അത് കൊടിക്കുന്നത്ത് കാവ് ഭഗവതിയായിരുന്നു എന്നാണ് വിശ്വാസം. എം ടി എപ്പോഴും പറയാറുണ്ട്, ചോറ് തന്ന അമ്മയാണ് കൊടിക്കുന്നത്ത് കാവിലമ്മ. ആ അമ്മ വസിക്കുന്ന സ്ഥലമാണ് മച്ച്. ആ മച്ചിലാണ് ഒരു പ്രളയകാലത്ത് ആമിനുമ്മയെ അമ്മാളുമ്മ എന്ന എം ടിയുടെ അമ്മ കിടത്തിയത്. അവിടെ കിടത്തി ഉറക്കിയ ആമിനുമ്മയുടെ ആ കുഞ്ഞാണ് 2019 എം ടിയെ കാണാൻ വന്ന ആ വൃദ്ധനായ ഗ്രാമീണൻ. ഇതായിരുന്നു എം ടിയുടെ തറവാട്ട് പുരാവൃത്തം. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച ആ അനുഭവമാണ് എം ടിയുടെ എല്ലാ കഥകളും നിങ്ങൾ വായിക്കുന്നത്. ഒരു അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു, യൂസഫ് എന്നൊരാളുണ്ടായിരുന്നു, നാലുകെട്ടിലെ യൂസഫിൻ്റെ പീഡിക. ആ യൂസഫൊക്കെ മരിച്ചത് എം ടി മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. എം ടിയുടെ കഥാപാത്രങ്ങളിലെ അവസാനത്തെ കഥാപാത്രവും കൊഴിഞ്ഞുപോയി. ആ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച ആ കഥാപാത്രങ്ങളുടെയൊക്കെ പിതാവായ എഴുത്തുകാരനും യാത്ര പറയാതെ പോയി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. എൻ്റെ പേര് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലീലാകൃഷ്ണൻ എന്ന് ആണുങ്ങൾക്ക് പേര് കുറവാണ്. രാധാകൃഷ്ണൻ എന്ന പേരുണ്ട്. വേറെയും സ്ത്രീ നാമത്തിൽ തുടങ്ങുന്ന പേരുകളുണ്ട്. പക്ഷേ ലീലാകൃഷ്ണൻ അപൂർവമാണ്. കൃഷ്ണൻ്റെ ഭാര്യ ലീല എന്ന അർത്ഥത്തിലെ ലീലാകൃഷ്ണനെ ആളുകൾ സ്വീകരിക്കാറുള്ളൂ. സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ലീല എന്നാണ് പലരും വിളിച്ച് കളിയാക്കിയിരുന്നത്. ഈ പേരുകൊണ്ട് കുറേ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അമ്മ ഇട്ട പേരാണ്. അമ്മ കൃഷ്ണഭക്തയായിരുന്നു. ലീലാലോലനായ കൃഷ്ണൻ എന്ന അർത്ഥത്തിലാണ് ലീലാകൃഷ്ണൻ എന്ന് പേരിട്ടത്. ഒരിക്കൽ മദിരാശിയിൽ ഒരു പരിപാടിക്ക് പോയി. മദിരാശി മലയാളി സമാജക്കാരാണ് ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത്. വണ്ടി കയറി ടി ടി വന്ന് പരിശോധിച്ചപ്പോൾ
ഫീമെയിൽ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ടിക്കറ്റിൽ മെയിൽ ഫീമെയിൽ വേറെ പറയണം. TT ഒരു വഴിക്ക് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ലീലാകൃഷ്ണൻ എന്നാണ്. അയാൾ പറഞ്ഞു പറ്റില്ല, ഇത് ഫീമെയിൽ എന്നാണ് ടിക്കറ്റ്, നിങ്ങൾ ആൾമാറാട്ടം നടത്തുകയാണ്. എനിക്ക് ഷൊർണൂർ ഇറങ്ങേണ്ടി വന്നു. ആ യാത്ര ക്യാൻസലായി. പിന്നീട് അടുത്ത ദിവസമായിരുന്നു പരിപാടി. പിന്നീട് റിസർവേഷൻ ഇല്ലാത്ത ഒരു യാത്ര നടത്തേണ്ടി വന്നു. അങ്ങനെ ഒരു അനുഭവം ആ പേര് കൊണ്ടുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആകാശവാണിയിൽ ആദ്യമായൊരു കവിത കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എടുത്തത്, യുവവാണിയിൽ. അന്ന് സ്ക്രിപ്റ്റ് ഓൺലി എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് മാത്രം എടുക്കും, നമ്മൾ പോയിട്ട് അവതരിപ്പിക്കണ്ട. അത് ആകാശവാണിയിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റ് അവതരിപ്പിക്കും. എൻ്റെ കവിത യുവവാണിയിൽ വന്നത് ഇനി ശ്രീമതി ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ഒരു കവിത എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റാണത് ചൊല്ലിയത്. കോളേജിൽ പഠിക്കുന്ന കാലമാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞ് ആദ്യമായിട്ട് കവിത വരികയാണെന്ന് പറഞ്ഞ് പലരെയും റേഡിയോ കേൾപ്പിച്ചിരുന്നു. എല്ലാവരും കളിയാക്കൽ മാത്രമല്ല, വലിയ പ്രശ്നമായി. പലരും ആകാശവാണിക്ക് കത്തെഴുതി, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ആകാശവാണി ലീലാകൃഷ്ണനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എൻ്റെ സുഹൃത്തുക്കൾ കത്തെഴുതി. എന്തിനേറെ പറയണ്ടു, പിന്നെ രണ്ടാമത് എൻ്റെ കവിത സ്ക്രിപ്റ്റ് ഓൺലി ആയിട്ടല്ല, നേരിട്ട് ചൊല്ലാനാണ് വിളിപ്പിച്ചത്. അവിടെ ചെന്നപ്പോൾ സ്റ്റേഷൻ ഡയറക്ടർ കാണണമെന്ന് പറഞ്ഞു. ഒരു സരസനായ ഒരാളായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു. അല്ല, താൻ ആണാണോ പെണ്ണാണോ എന്നൊന്നും നേരിട്ട് പരിശോധിച്ചറിയാൻ വേണ്ടി വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ലീലാകൃഷ്ണൻ പല സ്ഥലത്തും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ലീലാകൃഷ്ണൻ തന്നെയാണ് എൻ്റെ പേരിന് സംഗീതമുണ്ടാക്കിയതും. ആലങ്കോട് കൂടി ചേർത്തപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നൊരു ലല്ലലല്ലലം ഒരു സംഗീതം വന്നു. അതൊരു വൃത്തത്തിലാണ്, ആലങ്കോട് ലീലാകൃഷ്ണൻ. ഞാൻ വൃത്തത്തിൽ കവിത എഴുതുന്ന ആളാണ്. അപ്പോൾ വൃത്തത്തിൽ കവിത എഴുതുന്ന ആളുടെ പേരും ഒരു വൃത്തത്തിൻ്റെ ഭാഗമായിട്ട് വന്നു എന്ന അനുഗ്രഹവും ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പൊന്നാനി MES കോളേജിൽ പഠിക്കുന്ന കാലത്തും ഞാൻ കലാകാരനാണ്. കഥാപ്രസംഗം, പാട്ട്, നാടകം, മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു. മിമിക്രിക്ക് അഖില കേരള അടിസ്ഥാനത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ രജത ജൂബിലി മത്സരത്തിൽ 3ാം സ്ഥാനമൊക്കെ കിട്ടി. അങ്ങനെ പല കലാപരിപാടികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അന്ന് ഫീസ് കൊടുക്കാനൊക്കെ വലിയ പ്രയാസമാണ്. 15.5 രൂപയാണ് ഫീസ്. എൻ്റെ അമ്മ കോളേജിൽ ചേരാൻ ചെന്ന സമയത്ത് പ്രിൻസിപ്പൽ AV മൊയ്തീൻകുട്ടി സാറിനോട് പറഞ്ഞു, ഫീസൊന്നും കൊടുക്കാൻ മാർഗ്ഗമില്ല സാറേ, എന്തെങ്കിലും സൗജന്യം ചെയ്തു തരണം. അപ്പോൾ മുന്നോക്ക ജാതിക്കാരായതുകൊണ്ട് സൗജന്യമൊന്നുമില്ല. അന്ന് കുമാരപ്പിള്ള കമ്മീഷൻ്റെ ഒരു സ്കോളർഷിപ്പ് വരും, അത് കിട്ടാൻ നോക്കാമെന്ന് പറഞ്ഞു. ആ അധ്യാപകൻ പ്രിൻസിപ്പൽ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. ഒരിക്കൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയാണ്, അതാ നോട്ടീസ് ബോർഡിലിട്ടിട്ടുണ്ട്, കുമാരപ്പിള്ള കമ്മീഷൻ യൂണിഫൈഡ് ഫീ കൺസെഷൻ, അതിനപേക്ഷിക്ക്. അങ്ങനെ യൂണിഫൈഡ് ഫീ കൺസെഷൻ എനിക്ക് ഡിഗ്രി കഴിയുന്നതുവരെ കിട്ടി. പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. മറ്റൊരു കോളേജിൽ പഠിക്കാൻ പോകാൻ ഉള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കോമേഴ്സിൽ BCom ചേരുകയാണ് ചെയ്തത്. അത് ജോലി കിട്ടാനും വലിയ സഹായമായി. ഈ കലാകാരൻ എന്ന നിലയ്ക്ക് അത്യാവശ്യം ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ പ്രേമിക്കാനൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ പഠിപ്പിച്ചൊരു സ്വഭാവശുദ്ധിയുണ്ട്. അതുകൊണ്ട് പ്രേമിക്കുക ഒക്കെ വളരെ തെറ്റായ കാര്യമാണെന്നാണ് മനസ്സിൽ ബോധ്യപ്പെട്ട് കിടന്നിരുന്നത്. ഞാൻ പിൽക്കാലത്ത് വിവാഹം കഴിക്കാനിടെ വന്ന ബീന, ഞാൻ ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അവളുടെ ജ്യേഷ്ഠൻ അനിൽ ബാബു അന്ന് എൻ്റെ സുഹൃത്താണ്. പക്ഷെ അന്ന് ആ കുട്ടിയോട് പ്രേമമൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങോട്ട് പ്രേമിക്കാനുള്ള ധൈര്യം ആരോടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായി. ഒരു കുട്ടി എന്നോട് വായിക്കാൻ പുസ്തകങ്ങൾ മേടിക്കുമായിരുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കവിത ചൊല്ലി സമ്മാനം കിട്ടിയ കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കോളേജ് മാഗസിനിൽ എഴുതിയ കവിതയാണ് ചൊല്ലിയത്. അങ്ങനെ ഒരു കടുത്ത ആരാധന എന്നോടുണ്ടായിരുന്നു. ഞാൻ പുസ്തകം അങ്ങോട്ട് കൊടുക്കും, വായിച്ച് തിരിച്ചു തരും. അത് നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം പുസ്തകം തിരിച്ചു തന്നപ്പോൾ അതിൻ്റെ മുൻ പേജിൽ 2 വരി സിനിമ പാട്ട് എഴുതിയിരിക്കുന്നു. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിൻ ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പാട്ടാണ്. CID നസീറിലോ മറ്റോ ഉള്ളതാണ്. ഇത് വായിച്ചെൻ്റെ കയ്യും കാലമൊക്കെ പറയ്ക്കാൻ തുടങ്ങി. ഇത് പ്രേമത്തിൻ്റെ അടയാളാണോ എന്ന് അറിഞ്ഞുകൂടാ.
അറിയാനും വഴിയില്ല, ചോദിക്കാൻ ധൈര്യമില്ല. കൂട്ടുകാരെ ചിലരെ രഹസ്യമായിട്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്രേമത്തിൻ്റെ സൂക്കേട് തന്നെയാണ്, അതിന് പ്രേമലേഖനം മറുപടി എഴുതിയാൽ എന്താവും പ്രതികരണം എന്ന് പറയാൻ വയ്യ, ഇത് അബദ്ധത്തിലെങ്ങാനും സിനിമാ പാട്ട് കേട്ട് എഴുതി വെച്ചതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു, ഒരു PT രവി. അവനൊരു ഉപായം പറഞ്ഞു തന്നു, നീ ഇതിൻ്റെ ബാക്കി വരി അങ്ങോട്ട് കൊടുക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചോ, അപ്പോൾ നമുക്ക് യഥാർത്ഥ ചിത്രം വെളിപ്പെട്ട് കിട്ടും. അങ്ങനെയാണ് ആദ്യത്തെ പ്രേമലേഖനം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ കൊണ്ട് എഴുതിയത്. ഈ പാട്ടിൻ്റെ ചരണമാണ്: ഇന്ദുവദനേ നിൻ്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദുവദനേ നിൻ്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദ്രനീലാഭതൂകും നിന്മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ, നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ, ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഇത് പാടിയിട്ടല്ല, എഴുതിയിട്ടാണ്. ഇതേ വരുന്നു അടുത്ത് വേറൊരു സിനിമ പാട്ട് മറുപടിയായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സിനിമ പാട്ട് എഴുതി. പ്രേമം മൂർച്ഛിച്ചപ്പോഴേക്കും ഒരു ഗുണമോ ദോഷമോ ഉണ്ടായി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കല്യാണം കഴിച്ചു പോയി. അത് ഈ പ്രേമം വീട്ടിൽ തിരിച്ചറിഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അതിനുശേഷം ഒരു പെൺകുട്ടിയും പ്രേമിക്കാൻ പോയില്ല, ഒരു പെൺകുട്ടി ഇങ്ങോട്ട് നേരിട്ട് പ്രേമിച്ചതുമില്ല. എങ്കിലും അന്ന് കോളേജിലുണ്ടായിരുന്ന, എന്നോട് ഉള്ളിൽ ആരാധനയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഗൂഢമായൊരു സ്നേഹമുണ്ടായിരുന്ന ഒരു കുട്ടിയെ തന്നെ പിൽക്കാലത്ത് വിവാഹം ചെയ്യാൻ ഭാഗ്യമുണ്ടായി. പിന്നെ വിവാഹാനന്തരം പ്രണയിനി സഹധർമ്മിണി തന്നെയായി. അങ്ങനൊരു ഗുണമുണ്ടായി. അമ്മ പഠിപ്പിച്ചൊരു സൽസ്വഭാവ രൂപീകരണം കൊണ്ടുണ്ടായ ഗുണം ഇങ്ങനെ പലയിടത്തും വേണ്ടത് കിട്ടിയില്ല, വേണ്ടാത്തത് തോന്നിയതുമില്ല. ഞാൻ പ്രോഗ്രാം ഏറ്റിരിക്കുന്നത് 12:30 മണിക്കാണ്. 12 മണിക്ക് എടപ്പാളങ്ങാടിയിൽ വരാം, പൊന്നാനിയിലാണ് പരിപാടി, ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. അന്ന് ഫോണും മൊബൈൽ ഫോണും ഒന്നുമില്ലല്ലോ. ഞാൻ 11 മണി മുതൽ എടപ്പാളങ്ങാടിയിൽ നിന്നു. എൻ്റെ കൂടെ പാടാൻ വന്നൊരാളും ഉണ്ടായിരുന്നു. 12:30 1 മണിയായി, 2 മണിയായിട്ട് വരെ കാണാനില്ല. അവസാനം എടപ്പാൾ ചുങ്കത്തുനിന്നൊരു ടാക്സി വിളിച്ച് ഇവർ കഥ പറഞ്ഞിരുന്ന ക്ഷേത്രം വരെ ഞങ്ങൾ പോയി. അവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ പോന്നിരിക്കണു. തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കും 3 മണിയായി. എന്നിട്ട് ഈ ഓർക്കസ്ട്രക്കാരെ അവിടെ വെച്ച് കണ്ടുമുട്ടി. അവരെയും കൊണ്ട് കഥാപ്രസംഗ സ്ഥലത്ത് ചെല്ലുമ്പോൾ 4 മണി കഴിഞ്ഞു.